ഞാനിപ്പോൾ പറയുന്നത് ഇപ്പൊ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്ന ഇപ്പൊ അഫിഡവിറ്റ് ഞാൻ വായിച്ചു. അതിനകത്ത് പോലും അവർ പറയുന്ന കഞ്ഞിക്കുഴി കേന്ദ്രമായ ഒരു സഭ. അപ്പൊ കഞ്ഞിക്കുഴി സിംഹാസനത്തിന്റെ കീഴിൽ ഒരു സഭയായിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ അതിന് സാങ്കത്യമില്ല. വർക്ക് ചെയ്യുന്ന തലച്ചോറുള്ള ഒരാൾക്കും അതിന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. കഞ്ഞിക്കുഴിയിൽ എവിടെയാണ് സിംഹാസനം ഉള്ളത്? അപ്പൊ കഞ്ഞിക്കുഴി കേന്ദ്രമാക്കിയുള്ള സഭയിലാണ് ഞങ്ങൾ അംഗമായിരിക്കുന്നത്. സച്ച് എ ഷെയിം. ഇപ്പൊ ഇവർ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പതിവായിട്ട് പറയുന്ന ഒരു വിഷയമാണ് ഈ എന്തോ ഓട്ടോസിഫാലസി. ഈ ഓട്ടോസിഫാലസി എന്നുള്ളത് ഒരു കോടതിയിലും ഇവർ വാദിച്ച് നേടി ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഓട്ടോസിഫാലസി എന്ന് പറഞ്ഞാൽ സ്വയം ശീർഷകത്വമാണ്. ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഏത് കോടതി വിധിയിലാണ് നിങ്ങൾ ഓട്ടോസിഫാലസ് ചർച്ചാണെന്ന് നിങ്ങൾക്ക് വിധി കിട്ടിയിട്ടുണ്ട്? പക്ഷെ ഇവർ പുറത്തിറങ്ങി പറയുന്ന ഇവർ ഓട്ടോസിഫാലസ് എന്ന് പറഞ്ഞ കോടതി അലക്ഷ്യമല്ലേ? ഇവർ കോടതി ചെല്ലുമ്പോൾ അന്ത്യോക്യം പാത്രിക്കീസിന്റെ ഉത്തമ ശിഷ്യന്മാരും ഭക്തന്മാരും അനുയായികളും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഈ വ്യാജന്മാർ അല്ലെങ്കിൽ വഞ്ചകന്മാർ, ഈ ഞാൻ അങ്ങനെ പറയും, വ്യാജന്മാരും വഞ്ചകന്മാരുമായ ഇവരുടെ ഭരണഘടനയിൽ ഈ അന്ത്യോക്യം പാത്രിക്കീസ്, അത് ഞങ്ങൾ ചുമ്മാ അങ്ങനെ വേണ്ട, അത് മാറ്റ്. ആദ്യം നീ ഒന്നാമത് അത് ഒന്നാണെന്ന് തെളിയിക്കുക. മനസ്സിലായോ? അത് ഞാനിപ്പം തേടുമത്തായി കാതോലിക്കോസ് ആയാലും അവരുടെ വക്താവായ ദിയോസ്കോറസ് ആയാലും ഇങ്ങനെയുള്ള എല്ലാവരോടും പറയാണ്, നിങ്ങൾക്ക് അന്തസ്ത് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നാഴിക നാപ്പോട്ടെ മലങ്കര സഭ എന്ന് പറഞ്ഞ് ഞങ്ങൾ തള്ളുന്നുണ്ടല്ലോ. അന്ത്യോക്യൻ പാത്രിക്കീസും അന്ത്യോക്യ സിംഹാസനം ഇല്ലാതെ മലങ്കര സഭയ്ക്ക് എന്ത് എക്സിസ്റ്റൻസ് ആണുള്ളത്? അപ്പൊ 2025 ഞങ്ങൾ വെക്കുന്ന ഒരു ചലഞ്ചാണ്, നിങ്ങൾ മലങ്കര സഭയ്ക്ക് സ്വന്തമായ ഒരു അസ്തിത്വം ഉണ്ടെന്ന് തെളിയിച്ച് കാണിക്കും സുഹൃത്തെ. അപ്പം നമ്മൾ അണിചേരാനകത്ത് നിങ്ങൾ മലങ്കര സഭയ്ക്ക് സ്വന്തമായിട്ട് അസ്തിത്വം ഉണ്ടാകണം. ഞാൻ മലയാളിയാണ്, മലങ്കരയുടെ മണ്ണിൽ ജനിച്ചവനാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് മലങ്കര സഭയ്ക്ക് ഒരു അസ്തിത്വം ഉണ്ടാകുന്നത് ക്രൈസ്തവ നവമണ്ഡലത്തിൽ വലിയൊരു ശുഭ്ര നക്ഷത്രമായിട്ട് ഈ മലങ്കര സഭ നിൽക്കുന്നതാണ് എനിക്ക് കാണേണ്ടത്. അത് നിങ്ങളൊന്ന് കാട്ടിത്ത. ഈ വഞ്ചനയും വല്ലോന്റെ കെയർ ഓഫിലുള്ള ഈ പണി നീ നിർത്ത്. നിനക്ക് കേരളം വിട്ട് കഴിഞ്ഞാൽ അന്ത്യോക്യം പാത്രിക്കീസും സുറിയാനി സഭ വേണം. എവിടെ ചെന്ന് കഴിഞ്ഞാലും പാത്രിക്കീസിന്റെ കെയർ ഓഫിൽ ഏത് പള്ളിയിലും കയറുന്നത്, എവിടെ ചെന്നാലും ഈ വേഷവും കെട്ടി. ഞാൻ ചെയ്യേണ്ടത്, ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം ചെയ്യേണ്ടത്, അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്, ഭരണഘടനയിൽ നിന്ന് പാത്രിക്കീസ് എന്നുള്ള പരാമർശം എടുത്തു മാറ്റിയിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന അവതരിപ്പിക്കുക. കാതോലിക്കാണ് ഇതിന്റെ തലവനെന്നും കഞ്ഞിക്കുഴിയാണ് ഇതിന്റെ ആസ്ഥാനമെന്നും ഞാൻ പറയുന്ന ആൺകുട്ടികൾ ആരെങ്കിലും IOCയിൽ അവശേഷിക്കുന്നുണ്ട്, അത് ചെയ്ത് കാണിക്കണം. അത് ചെയ്യാൻ പറ്റിയാണെങ്കിൽ ഈ സഭ പാത്രിക്കീസിന്റെ കീഴിലുള്ള സഭയാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം കാണിക്കുന്ന വഞ്ചനയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. പാത്രിക്കീസിന്റെ കീഴിൽ, ആ പൗരോഹിത്യ നൽവരത്തിന്റെ കീഴിൽ, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ ഐശ്വര്യമുള്ള സഭയായിട്ട് ഈ കേരളത്തിൽ ഈ ക്രിസ്തുമസ് കാലയളവിൽ നിൽക്കേണ്ട വിശ്വാസികളെ തമ്മിലടിപ്പിക്കുകയും ചിത്രതയും ഭിന്നതയും വിദ്വേഷവും പരത്തുകയും അവരുടെ സ്വത്തുവകകളെ കൈവശമാക്കി അനുഭവിക്കാനുള്ള ഒരു കുറുവാസംഘം ദേവലോകം എന്ന പേരിൽ അസുരലോകം അവർ തീർത്തിരിക്കുകയാണ്. അപ്പൊ കഞ്ഞിക്കുഴി അസുരലോകം എന്ന് വേണം പറയാൻ. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധത, ആത്മാർത്ഥത, പ്രതിബദ്ധത, വിശ്വസ്തത, സുതാര്യത, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തേങ്ങാക്കൊല നിങ്ങളുടെ ഇടയിൽ ആടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭരണഘടന എഴുതി കാണിക്കുക. ഇത് കഞ്ഞിക്കുഴി കേന്ദ്രമാക്കി കാതോലിക്കയുടെ കീഴിലുള്ള സഭയാണെന്ന് എഴുതി തന്റെ ഇടമുണ്ടോ? ഇത് ചെക്ക്. യാക്കോബക്കാർക്ക് പറ്റിയതാണ്. നിങ്ങളുടെ ഈ മയപ്പെടുത്തലാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഗ്രേറ്റ് മാർച്ച് നടത്തുന്നില്ല ദേവലോകത്തോട്? ഞങ്ങളുടെ പാത്രികീസുകാരുടെ പേര് നിന്റെ കള്ളപ്പുത്തകത്തിൽ നിന്ന് മാറ്റടാ, തേടുമത്തായി എന്ന് പറയണ്ടേ? അപ്പം ഇവിടെ റൈറ്റ്ഫുള്ളി പുണ്യപുരാതന യാക്കോബായ സുറിയാനി സഭയുടെ പൗരാണിക സമ്പത്തുക്കളും സ്വത്തുക്കളും മുഴുവൻ പാത്രിക്കീസ് ബാബയുടെ പേരിലാണ്. ആ പാത്രിക്കീസ് ബാബയുടെ ലീഗൽ ഹെയർ ഞങ്ങളാണെന്ന് ഇവർ കോടതി വാദിച്ചിട്ടുള്ളത്. നിങ്ങൾ കോടതിയുടെ വാദം വേണം. ഞാൻ ഈ വർഷങ്ങൾ മുഴുവൻ ഇതെല്ലാം സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത്. ഇത് വക്കീലന്മാർ പോലും പറയുന്നില്ല. യാക്കോബായ വിശ്വാസികൾ ഓരോരുത്തരും മനസ്സിലാക്കണം, അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ ലീഗൽ റൈറ്റ്ഫുൾ ഹെയർ തങ്ങളാണെന്നാണ് ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ വാദിച്ച് ജയിച്ചിട്ടുള്ളത്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ നിയമപ്രകാരമുള്ള ശരിയായ അവകാശികളും പിന്തുടർച്ചക്കാരും തങ്ങളാണെന്ന് വാദിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, ഈ കേസ് ജയിച്ചിട്ടുള്ളത്. അതാണ് നിങ്ങൾ ആദ്യം കോടതിയിൽ ഇവർ വാദിച്ചൊക്കെ നോക്ക്. അങ്ങനെയാണ് നിങ്ങളൊരു ചലഞ്ച് വെക്ക്. നിങ്ങൾ ഈ പറയുന്ന ശരിയെങ്കിൽ പറയട്ടെ, മാർത്തോമായുടെ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന ഈ പറഞ്ഞ വാഴൂർ സ്വദേശിയായ തേടുമത്തായിയാണ് ഈ സഭയുടെ പരമാധ്യക്ഷനെന്നും ഈ സഭയുടെ ആസ്ഥാനം കഞ്ഞിക്കുഴിയാണെന്നും ഭരണഘടന എഴുതി വെക്കട്ടെ. ഒരൊറ്റ കൊണ്ടെടുത്ത് ഞാനൊരു കോടതിയിലോട്ട് പോകും. 1024 പള്ളി ഇപ്പുറത്ത് വരും, മാജിക്ക് പോലെ. മനസ്സിലായോ? അന്ത്യോക്യൻ പാത്രിക്കീസ് എന്നുള്ള ഒരൊറ്റ വ്യക്തിയുടെ കെയർ ഓഫിലാണ് ഈ പള്ളികൊള്ള സംഘം ഈ പള്ളി മുഴുവൻ പിടിച്ചിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്, പച്ച പരമാർത്ഥമാണ്. ഇല്ലെങ്കിൽ എല്ലാ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട അൽമായർക്കും വൈദികർക്കും മെത്രാമാർക്കും അന്തിമമായി അവരുടെ കാതോലിക്കായ്ക്കും ശിവവീഡിക്കൽ എന്ന വ്യക്തിയുടെ ക്രിസ്തുമസ് വെല്ലുവിളിയാണിത്. നിങ്ങൾക്ക് മാറ്റാമെങ്കിൽ മാറ്റും. ഇത് ആരെയും പൊട്ടന്മാരാക്കുന്നത്? ഞങ്ങളൊക്കെ അരിയാകാരം കഴിക്കുന്നതും അക്ഷരം മലയാളത്തിലെങ്കിലും വായിക്കാൻ പഠിച്ചിട്ടുള്ളവരുവാ. ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാ. ഇതല്ലെങ്കിൽ നിയമോപദേശമുണ്ട്, നിയമോപദേശം നിങ്ങൾ പറ. ഇത് ഓപ്പൺ വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഇവിടെ പരിശുദ്ധ സിംഹാസനത്തിന്റെ ഔദാര്യം, നാടൻ ഭാഷ പറഞ്ഞ പിച്ചക്കാശ്, അതാണ് നിന്റെയൊക്കെ കുപ്പായവും നിന്റെയൊക്കെ ധൂപക്കുറ്റിയും നിന്റെയൊക്കെ കുന്തിരിക്കവും നിന്റെയൊക്കെ വേഷവും നിന്റെയൊക്കെ കൂതാശം നിന്റെയൊക്കെ അഭിനയവും. നീ കാര്യം നടന്നു. നിന്റെ ഓരോ അരിമണിയിലും അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ പേര് എഴുതിയിരിക്കുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഓരോ അച്ഛന്മാരും മെത്രാന്മാരും കഴിക്കുന്ന ഓരോ അരിമണിയിലും അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ പേര് കുത്തിവെച്ചിട്ടുണ്ട്.